എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഷാഡോ ന്യൂസിലേക്ക് സ്വാഗതം. ഒരു പുതിയ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. നസറുള്ളയുടെ മകനായിട്ടുള്ള ജവാദ് ഇപ്പോൾ ബെയ്റൂട്ടിൽ നസറുള്ള കൊല്ലപ്പെട്ട സ്ഥലത്ത് എത്തി കരയുന്ന തൻ്റെ കൂടെയുള്ളവരുമായിട്ടൊന്നിച്ച് കരയുന്നതായിട്ടും തൻ്റെ പിതാവിൻ്റെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ തിരയുന്നതും ഒക്കെ ആയിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോകളൊക്കെ പുറത്തു വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം തൻ്റെ മകനും കൂടെ ഉള്ളവരും അവിടെ ഉറക്കെ നിലവിളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോഴേ ഹിസ്ബുള്ളയിൽ വലിയൊരു കൂട്ട നിലവിളിയാണ് നമുക്ക് ഈ നിമിഷങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഓർത്തിട്ടുള്ള പോലെ അനാവശ്യമായിട്ട് ഇസ്രയേലിനെ പ്രകോപിപ്പിച്ച് അവർ ചോദിച്ചു വാങ്ങിച്ചതായിട്ടുള്ള ശിക്ഷയാണ് ഇതെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ എല്ലാ തലവന്മാരും ഇപ്പോഴേ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ ഒരു നിലവിളിയുടെ ശബ്ദമാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന കഴിഞ്ഞ ആഴ്ചകളിലും കഴിഞ്ഞ മാസങ്ങളിലും ഏതാണ്ട് ഒരു വർഷക്കാലമായിട്ട് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരുന്നതായിരുന്നു. ദിവസവും ഇസ്രായേലിനെ വെല്ലുവിളിച്ചുകൊണ്ട് നൂറുകണക്കിന് മിസൈലുകൾ ഒരു കാര്യവുമില്ലാതെ അവരുടെ സ്ഥലത്തേക്ക് തൊടുത്തുവിട്ടുകൊണ്ടായിരുന്നു ഇസ്രയേലിനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ എല്ലാ തലവന്മാരെയും നസറുള്ള ഉൾപ്പെടെ തലയെടുത്തുകൊണ്ടാണ് ഇസ്രയേൽ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. വലിയ കൂട്ട നിലവിളിയാണ് നമുക്ക് ഹിസ്ബുള്ളയുടെ നേതാക്കളിൽ നിന്നും ബാക്കിയുള്ള നേതാക്കളിൽ നിന്നും അനുയായികളിൽ നിന്നും നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ തൻ്റെ മകൻ വന്ന് ആ സ്ഥലത്ത് വന്ന് ഉറക്കം നിലവിളിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുള്ളത്, ലെബനോൻ 3 ദിവസത്തെ ദേശീയ ദുഃഖാചാരം നസറുള്ളയുടെ മരണത്തോടനുബന്ധിച്ച് അവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റാണത്. പാലസ്തീൻ്റെ ചെയർമാനായിട്ടിരിക്കുന്ന മഹമ്മൂദ് അബ്ബാസ് ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് ഒഫീഷ്യലായിട്ട് ലെറ്റർ അയച്ചിരിക്കുകയാണ്. തൻ്റെ അനുശോചനം നസറുള്ളയുടെ മരണത്തോടനുബന്ധിച്ചുള്ള അനുശോചനം ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയൊരു വാർത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്രയേൽ സൈന്യം ലെബനോൻ്റെ മൂന്ന് അതിർത്തികളും അല്ലെങ്കിൽ 3 മേഖലകളുടെയും നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് കടൽ മാർഗവും കരമാർഗവും എയർ വഴിയും, അതായത് ആകാശം വഴിയും മറ്റ് പുറത്തുനിന്നുള്ള അല്ലെങ്കിൽ ഇറാൻ്റെ യാതൊരു വിധത്തിലുള്ളതായിട്ടുള്ള ഫ്ലൈറ്റുകളോ അല്ലെങ്കിൽ കപ്പലുകളോ മറ്റെന്തെങ്കിലും വാഹനങ്ങളോ ലെബനോൻ അതിർത്തിയിലേക്ക് വന്നാൽ ആ നിമിഷം തന്നെ അത് നശിപ്പിച്ച് കളയുമെന്നുള്ള ഒരു വാണിംഗ് ഇറാന് ശക്തമായിട്ട് ഇപ്പോൾ ഇസ്രായേൽ കൊടുത്തിരിക്കുകയാണ്. അവരതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ്. അത് ഒഫീഷ്യലായിട്ട് തന്നെ ഇറാനെ അറിയിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഏതെങ്കിലും വാഹനമോ അല്ലെങ്കിൽ ഫ്ലൈറ്റോ കപ്പലോ ലെബനോൻ്റെ അതിർത്തി കടക്കുവാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ആ നിമിഷം അതിനെ നശിപ്പിക്കുമെന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അത് നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ എത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു അപ്ഡേറ്റ് കൂടി ഇതിനോട് ചേർത്ത് പറയുകയാണ്. നസറുള്ളയോടൊപ്പം ബങ്കറിൽ കൊല്ലപ്പെട്ടത് മറ്റൊരു റെഡ്വാൻ ഫോഴ്സ് കമാൻഡറായിട്ടുള്ള ഹജ്ജ് തൗഫീഖ് സമീർ ഡെയ്ബ് എന്ന് പറഞ്ഞ ഹജ്ജ് ജിഹാദിൻ്റെ കമാൻഡറും നസറുള്ളയോടൊപ്പം കൊല്ലപ്പെട്ടു എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് കടന്നു വന്നിട്ടുണ്ട്. അതും നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. മറ്റൊരു അപ്ഡേറ്റ് നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ളത്, ബെഞ്ചമിൻ നെതന്യാഹു തിരികെ ന്യൂയോർക്കിൽ നിന്നും ഇസ്രയേലിലേക്ക് തിരികെ വരുമ്പോൾ ഹൂത്തികൾ യമനിൽ നിന്നും ഇസ്രയേലിലെ എയർപോർട്ടിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ അവർ അയക്കുകയുണ്ടായി. എന്നാൽ അത് വളരെ വിജയകരമായിട്ട് ഇൻ്റർസെപ്റ്റ് ചെയ്യുവാൻ തക്കോണം ഇസ്രയേലിന് സാധിച്ചു. ഇത് 3rd ടൈമാണ് ബാലിസ്റ്റിക് മിസൈൽ ഹൂത്തികൾ യമനിൽ നിന്നും ഇസ്രയേലിനെതിരായിട്ട് ഈ ദിവസങ്ങളിൽ തൊടുത്തുവിടുന്നത്. ഇപ്പോൾ പുറത്തു വരുന്നതായിട്ടുള്ള വാർത്തകൾ ഇത് ഇസ്രയേൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുത്തിരിക്കുകയാണ്. ചിലപ്പോൾ ഹൂതികളുടെ നേർക്ക് യമനിലേക്ക് ഒരു ആക്രമണം ചിലപ്പോൾ ഉണ്ടാകുവാനുള്ള സാഹചര്യമുണ്ട്. അത്
എപ്പോഴായിരിക്കുമെന്ന് പറയുവാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ചിലപ്പോൾ ഹിസ്ബുള്ളയുടെ ഓപ്പറേഷന് ശേഷമായിരിക്കാം. എന്തു തന്നെ ആയാലും ഹൂതികൾക്കെതിരെ ഇസ്രയേലിൻ്റെ അടുത്ത ആക്രമണം ഉണ്ടായിരിക്കുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. 3 ബാലിസ്റ്റിക് മിസൈലാണ് ഈ ദിവസങ്ങളിൽ അവരെ തൊടുത്തുവിട്ടത്. തീർച്ചയായിട്ടും ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള നീക്കം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ നമുക്കതിൻ്റെ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതായിരിക്കും. അതനുസരിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. മറ്റൊരു അപ്ഡേറ്റ് കൂടി പങ്കുവെക്കുവാനുള്ളത്, ഇസ്രയേലിലെ എയിലാത്തിൽ ഒരു റോക്കറ്റ് വന്ന് വീഴുകയും അത് ജോർദാൻ, അക്വാബ ഇൻ ജോർദാൻ എന്ന് പറയുന്ന ആ ഏരിയകളിലാണ് അവിടെ വന്ന് വീണിരിക്കുന്നത്. അതിൻ്റെ അടുത്താണ് വന്ന് വീണിരിക്കുന്നത്. നാശനഷ്ടങ്ങളൊന്നുമില്ല. അതൊരു തുറസായ സ്ഥലത്താണ് വന്ന് വീണിരിക്കുന്നത്. അതിൻ്റെ വീഡിയോയും ഞാൻ പങ്കുവെക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ കാണുവാൻ സാധിക്കും. അത് വീണ സ്ഥലങ്ങൾ തുറസായ സ്ഥലങ്ങളാണ്. കാഷ്വാലിറ്റീസ് ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ വളരെ സംഘർഷഭരിതമായ സമയത്തിൽ കൂടി മിഡിൽ ഈസ്റ്റ് കടന്നു പോകുന്നു. ഓരോ നിമിഷവും പുതിയ അപ്ഡേറ്റുകളാണ് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ സമയവും കഴിവും പോലെ തന്നെ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഓരോ അപ്ഡേറ്റുകളും ചെറിയ വീഡിയോകളായിട്ടാണെങ്കിലും ഞാൻ എത്തിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങൾ പുതിയതായിട്ട് അറിയുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും, ഈ വാർത്തയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒക്കെ രേഖപ്പെടുത്തണം. അതെനിക്ക് വളരെ സഹായകരമായിരിക്കും ഇനിയുള്ള വീഡിയോകൾ ഇമ്പ്രൂവ് ചെയ്യുവാൻ വേണ്ടി. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണമേ എന്ന് ഒരു പ്രാവശ്യം കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണും വരെയും എല്ലാവർക്കും നമസ്കാരം.